വന്നിട്ട് കാണാടാ. ഓക്കെ ഓക്കെ. നമ്മളെപ്പോഴാ ടൂർ പോന്നെ? ടൂർ പോകുന്ന ആര് ടൂർ പോകണം? നീ ടൂർ പോകാൻ വേണ്ടിട്ടല്ല ഇങ്ങോട്ട് വിളിച്ചേ. ദില്ലി ഇന്നലെ വിളിച്ച് റോസ്മേരിയോട് എല്ലാം പറഞ്ഞു. എന്തെന്ന്? ടൂർ പോകാൻ വേണ്ടിട്ടായിരിക്കും മച്ചപ്പി നേരത്തെ വന്നേ. എപ്പോഴാ പോന്നെ നമ്മള്? എടേ ഞങ്ങൾ ടൂർ ഒന്നും പോണല്ല. ഏലപ്പാറ നമ്മളെ ജോഷി ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഏലത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ചെറിയ കാര്യം ഞങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടി പോണ്. പിന്നെ മാത്രമല്ല ഇവൻ്റെ SI സാറിന് അവിടെ ഒരു ഇച്ചിരി തേയിലത്തോട്ടം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ ഞങ്ങൾ പോണതാ. അതിനെങ്കിൽ പിന്നെ അമ്മാവനെ കൊണ്ടുപോകേണ്ട കാര്യം എന്തോ? എടേ ഞങ്ങൾ 2 കൊച്ചു പിള്ളേർ പോകുമ്പം ഒരു മുതിർന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ല. അപ്പം അതിനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മാവനെ കൂടെ കൂട്ടി, അത്രേ ഉള്ളൂ. ആ വണ്ടിയുടെ സൈഡിൽ ഞാനും ഇരുന്നോളാം. ഈ എന്തോന്നറിയാം, അതിനുള്ള സ്ഥലമില്ല ആ വണ്ടിയിൽ. ഈ ബിസിനസിൻ്റെ ആൾക്കാരും ഉണ്ട് നമ്മുടെ കൂടെ, അല്ലേ? പിന്നെ എങ്ങനെ അതിനകത്ത് സ്ഥലം ഉണ്ടാവും? അപ്പം എന്നെ കൊണ്ടുപോകത്തില്ല. എടേ നിന്നെ വിളിച്ചത് ഇവിടെ ആള് വേണം. നമ്മൾ പോയില്ല, ആണുങ്ങളായിട്ട് ആരെങ്കിലും വേണ്ടടാ ഇവിടെ. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാ. ആ നിൽക്കുന്നൊന്നുമില്ല. എനിക്ക് അവിടെ ഒരു കാറ്ററിംഗിന്റെ വർക്കുണ്ട്. ഓ, അപ്പൊ നമുക്ക് ടൂർ പോകാനാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? എന്നെ കൊണ്ടുപോകത്തില്ലല്ലോ. അത് പോയി കാറ്ററിംഗിൽ നിന്ന് ഞാൻ വൈകിട്ട് കമ്മീഷനടക്കം 500 രൂപ കഴിയിരിക്കും. പിന്നെ നീ ചെല്ലടാ, നീ പോ. വലിയ ആളായിട്ട് കിടക്കുന്നു. ഇത്ര നാളെ ഇവിടെ കുത്തിയിരിക്കാൻ പണിക്ക് പോകത്തില്ലെന്ന് പറഞ്ഞായിരുന്നു പരാതി. ഇപ്പൊ പണിക്ക് പോയി പറയാം, പണിക്ക് പോകാതെ ഇവിടെ വന്ന് കുത്തിയിരിക്കാം. എന്നെ ടൂർ കൊണ്ടുപോകത്തില്ലെന്ന്. അതെ, ഒന്നെങ്കിൽ റൊണാൾഡോ ചാച്ചൻ പണിക്ക് പോകണം, അല്ലെങ്കിൽ വീട്ടിൽ പോ. എന്തായാലും ഇവിടെ ആവശ്യമില്ല. ലളിമോളെ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. വയ്യെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ ആശുപത്രിയിലോട്ട് പോവാം. ഞാൻ വരാം. വേണ്ട, കുഴപ്പമൊന്നുമില്ല. കൂടുവാണെങ്കിൽ ഞാൻ പൊക്കോണം. നിങ്ങൾ ടൂറിന് പോകാൻ റെഡിയാവും. ഇനി എങ്ങാനും തലകറങ്ങി വീഴുവാണെങ്കിലേ നാട്ടുകാർ പൊക്കിക്കൊണ്ട് പൊക്കോളും. എന്തോ എൻ്റെ പൊന്നോ, ഞാനായിട്ട് ദൈവത്തെ ഓർത്ത് ആരുടെയും സമാധാനം ഞാൻ കളയുന്നില്ല. ഇത്രയും നാളായിട്ട് ലില്ലിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കി ആരും കാണാനും ഇല്ല. ഏട്ടൻ പോയി റെഡിയാവും. ഞാൻ കാറ്ററിംഗിന്റെ വർക്കിന് പോട്ടോ. എടാ നീ കാറ്ററിങ്ങിന് അടിയന്തരത്തിന് എവിടെ വെച്ചൊന്ന് പോ. അപ്പൊ ഒരു പണി വന്നത് പോകുന്നതാണ് ഇപ്പൊ ഇവിടുത്തെ കുഴപ്പം. ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ടൂർ പോവാന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. പുതിയ കൃഷി രീതി പഠിക്കാൻ വേണ്ടിയിട്ട് പോവാന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ ആരും ടൂർ പോണില്ല. അതെന്താ? ലില്ലിക്ക് പനി. ഇവിടെ കുടുംബകലവും പ്രശ്നമായിട്ടിരിക്കണം. അവൻ വരണില്ല എന്ന് പറയാം. പനിയോ? കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു തുടങ്ങി. ജോയ്സേ, എൻ്റെ കുടുംബ പ്രശ്നം അത് സോൾവായി. നമുക്ക് ആ സ്ഥലം നോക്കാം. ഇന്ന് തന്നെ പോയാലോ? ഓ ശരി. ഇതെന്താന്ന് എല്ലാരും ഇങ്ങനെ നിക്കുന്നത്? റെഡി ആവുന്നില്ലേ? ടൂറിന് പോണില്ലേ? ഏട്ടനെന്താ ഇങ്ങനെ നിക്കുന്ന? റെഡി ആവും പോയി. എന്റെ തലവേനക്ക് നല്ല കുറവുണ്ട് കേട്ടാ. അതുമല്ല, ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ അമ്മായി ഇല്ലേ? പിന്നെ അച്ചാച്ചനും ജോലിക്ക് പോകത്തില്ലല്ലോ, ഇവിടെ ഉണ്ടാവത്തില്ലേ എനിക്ക് കൂട്ടായിട്ട്? അമ്മാവനൊക്കെ ആഗ്രഹിച്ച് വന്നതാ ടൂറിന് പോകാനായിട്ട്. പോയി അടിച്ചു പൊളിക്ക്. എടാ ഞാൻ ആ ജോയ്സിനെ വിളിച്ച് പറഞ്ഞില്ലേ ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലാന്ന് സ്ഥലം നോക്കാൻ. എന്തൊരു വെപ്രാളം നോക്കിയിട്ടുണ്ട്. അടിക്കുന്നുണ്ട്. ജോയ്സേ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നം അത് വീണ്ടും പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് സോൾവ് ആയില്ല. എറണാകുളത്തിന്റെ ആങ്ങളെ ഉണ്ണി സുഖമില്ലാതെ കിടക്കല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അവരെ കാണാൻ പോകാൻ എൻ്റെ കൂടെ ഒന്ന് വരാൻ. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങക്ക് ബിസിനസിന്റെ ടൂർ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? അല്ല, ബിസിനസ് ഉണ്ട്. ഇപ്പൊ നിങ്ങക്ക് ടൂർ പോകാനല്ലേ? അതല്ലേ നിങ്ങളുടെ അത്യാവശ്യം. നിങ്ങൾ പോയിട്ട് ഞാൻ എന്നെ കാണത്തില്ല. കർത്താവേ